ഹായ് മുത്തുമണീസേ, ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് എന്ന് നോക്കാൻ വേണ്ടി പോയ സമയത്താണ് ഇതാ നല്ല മാവ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പച്ചരിയും ചോറും തേങ്ങയൊക്കെ ചേർത്ത് അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മുടെ നീർദോശ ചുട്ടെടുക്കാം കേട്ടോ. ഈ ഒരു നീർദോശയുടെ കൂടെ നമുക്ക് കോംബോ ആയിട്ട് ഫിഷ് കറി ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്. അതുപോലെ തന്നെ ചിക്കൻ കറി ഉണ്ടെങ്കിലും അടിപൊളിയാണ് കേട്ടോ. അപ്പം നല്ല തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ഫിഷ് കറി, അല്ലെങ്കിൽ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കറി, അല്ലെങ്കിൽ ഇതിനൊക്കെ മറികടന്നുകൊണ്ട് നമ്മുടെ നല്ല സോഫ്റ്റായിട്ടുള്ള മട്ടൻ കറി ഉണ്ടെങ്കിലും ബെസ്റ്റാണ് കേട്ടോ ഈ ഒരു നീർദോശയുടെ കൂടെ. അപ്പോൾ ഇതാ സൈഡിൽ നമ്മളിങ്ങനെ നീർദോശ ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള നീർദോശ ആയിക്കോട്ടെ. അപ്പോൾ ഇതാ മാവ് ഒഴിച്ചു. അപ്പം ചുറ്റിലൊന്ന് ചുറ്റിച്ചു കൊടുത്തു. നമ്മുടെ മാവ് പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ് നല്ല രീതിയിൽ ആ ഒരു ഹോൾസൊക്കെ വരുന്നത്. അപ്പോൾ ഇതാ കുറേ അധികം ദോശ ഇവിടെ ചുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. ഓരോന്നും എടുക്കാൻ പാകത്തിന് മടക്കി മടക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാ ബാക്കി മാവ് കൂടെ ഉണ്ട്. ആ ഒരു കാര്യം നമുക്ക് സൈഡിൽ ചുട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇത് എന്ത് കറിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ചിക്കൻ കറിയാണ് കേട്ടോ വയ്ക്കുന്നത്. നല്ല തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് ഇന്ന് കോംബോ ആയിട്ട് ഈ ഒരു നീർദോശയ്ക്ക് അടിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം കറിയൊക്കെ നന്നായിട്ട് ചിക്കനും കിഴങ്ങൊക്കെ വെന്ത് വന്നപ്പോൾ അതിലോട്ട് നമ്മൾ തേങ്ങ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, തേങ്ങയുടെ അരപ്പ്. അപ്പം ഇനി ഇത് നല്ല രീതിയിൽ വെട്ടിത്തിളയ്ക്കണം. അരപ്പൊക്കെ ഒന്ന് വെന്ത് ആ കറിയുമായിട്ടൊന്ന് ബ്ലെൻഡായിട്ട് വരണം. അതുപോലെ തന്നെ ഈ ഒരു നീർദോശയുടെ കൂടെ നമുക്ക് നല്ല തേങ്ങാ ചമ്മന്തി കൂട്ടാം കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു കറിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചുവന്നുള്ളി തൂമിച്ച് ഒഴിക്കുന്നതാണ് കേട്ടോ. നല്ല നാടൻ വെളിച്ചെണ്ണയിലോട്ട് കുനുകുന അരിഞ്ഞ ചുവന്നുള്ളി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ച് ആ ഒരു ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് ചിക്കൻ കറി കോരിയിട്ട് ആ ഒരു തവയിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ചുറ്റിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഫോളോ ചെയ്യാൻ മറക്കല്ലേ.